വഇലാ ദാലിക, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഹദീസ് ഉണ്ടായിരുന്നു. ആ ഹദീസിലേക്ക് അശർത്തു, ഞാൻ ചൂണ്ടുന്നു. ഹൈസു ഖുൽതു, ഞാൻ പദ്യമായി പറഞ്ഞിടത്ത് അതിലേക്കാണ് സൂചന. എന്താണ് ഞാൻ സൂചിപ്പിക്കുന്ന അറിയ പാട്ടില്? ലഇൻ കാന ലിൽ അംവാലി ഫഖറുൻ അലസ്സറാ വലിൽ ഫഖരി ഫഖറുൻ ബിസ്സറായ മുഅല്ലഖു വഇൻ അൻഫഖൽ മുസ്രി ഉലൂഹൻ നദീദതൻ വദിർഹം വഹിൽ ഫഖരി യാ സാഹി യസ്ബിഖു. ലഇൻ കാന ലിൽ അംവാലി, സമ്പത്തുകൾക്കുണ്ടെങ്കിൽ, ഫഹുറുൻ, അന്തസ്സും അഭിമാനം സമ്പത്തിനാണെങ്കിൽ, അലസ്സറ എന്ന് പറഞ്ഞാൽ നനഞ്ഞ മണ്ണിനേക്കാളും, അപ്പൊ മണ്ണിനേക്കാളും പവിത്രത സമ്പത്തിനാണെന്ന് വെച്ചാൽ എന്നാ പിന്നെ ഫലിൽ ഫഖരി ഫഖറും ബിസ്സറായ മുഅല്ലഖു, സാധുവായൊരു മനുഷ്യൻ, അയാൾക്ക് സമ്പത്തൊന്നുമില്ല അയാൾക്ക്, അങ്ങനെയുള്ള സാധുവായൊരു മനുഷ്യനാണ് ഫഖറുൻ, അന്തസ്സും അഭിമാനമുള്ളത്, ബിസ്സറായ മുഅല്ലഖു, ഈ മണ്ണുമായി ഒട്ടിച്ചേർന്ന് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധുവായ മനുഷ്യരുണ്ടല്ലോ, അയാൾക്കാണ് ആ ഡമ്പുകളും അന്തസ്സുമുള്ളൂ. സമ്പത്തുള്ളവർക്ക് അത്ര പവറില്ല. എണ്ണക്കണക്കിന് ആയിരക്കണക്കിന് പണങ്ങൾ സമ്പത്തുള്ളവൻ ചെലവഴിച്ചെന്ന് വെച്ചോ, കോടിക്കണക്കിന് കൊടുത്തു, ലക്ഷങ്ങൾ കൊടുത്തു, ആയിരങ്ങൾ കൊടുത്തു, എന്നാലും ദരിദ്രനായ സാധുവായ കൂട്ടർ ഒരു നാണയം കൊണ്ട് ധർമ്മം ചെയ്താൽ, എന്റെ സഹോദര, അതാണ് മുന്നിൽ കടക്കുക. മുതലാളിമാർക്ക് ബേക്കിലാണ്. എന്താ കാരണം? ഓൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്. ആ ഇഷ്ടം പോലെ സ്വത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധുവായ മനുഷ്യൻ നയിച്ചുണ്ടാക്കിയിട്ട് ഓന്റെ വീട്ടുകാർക്കും ഓന്റെ പൈസ എടുത്ത് ബാക്കിയാ കൊടുക്കുന്നത്. അതിനാണ് വില. അത്രയും പവറാണ് സാധുക്കൾക്ക് അർത്ഥം. ഞാൻ ഈ ചൊല്ലിയ 2 ഈരടിയുണ്ട്, അതിനേക്കാളും വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഹദീസിൽ പറഞ്ഞതിലേക്ക് വീണ്ടും ഇതാ ഞാൻ ചൂണ്ടുന്നു. ഹൈസ് കൊഴുത്തു, ഞാൻ പറഞ്ഞ 3 ഈരടികൾ എന്താണ്? റവീന ഹദീസം ബിൽ അസാനീദി മുസ്ബിതൻ വഫിൻ നസഇ യൽഖാഹു മൻ യത്തസിബു അലാ മിഅത്തിൻ മാ മിസ്ലിഹാ അൽഫ മറ ലിസ്വാഹിബി ദുനിയാ ദിർഹമുൽ ഫഖരി യുറജ്ജഹു ഇദാ ജാഅ ദാ മിൻ ദിർഹമൈനി ബിവാഹിദിൻ വമിൻ അർളി മാലിൻ ദാക ഫീ തിൽക യസ്മഹു. റവീന, നമുക്ക് റിപ്പോർട്ട് ചെയ്തതായി കിട്ടിയിട്ടുണ്ട് ഹദീസിനൊരു ഹദീസ്. ബിൽ അസാനീദി, സനദുകളും പരമ്പരകളൊക്കെ വിശദീകരിച്ചുള്ള ഹദീസാണ്. മുസ്ബിത്തൻ, അത് തന്നെ സ്ഥിരപ്പെടുത്തുന്നതായ നിലയിൽ സനദൊക്കെ നല്ല ഉസാറുള്ള ഹദീസാണ്. ഒബിൻ നസൈ, അതുകൊണ്ട് നസൈ പോയിട്ട് തന്നെ നസൈ തന്നെ നസായില് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നസൈൽ എൽഖാഹു, ആ ഹദീസിനെ എടുക്കും, പെറുക്കിയെടുക്കും. മൈ യത്തസ്ഫഹു എന്ന് പറഞ്ഞ നല്ല സൂക്ഷ്മതയോടുകൂടെ പരിശോധിക്കുന്ന ആൾ നസായിൽ പോയാൽ ആ ഹദീസ് തെരഞ്ഞെടുക്കുന്നു. അലാ മിഅത്തിൻ മഅ മിസ്ലിഹ അൽഫ മറ, ഒരു 100ന്റെ മേൽ അതുപോലെ 100 വെച്ച് 1000 വട്ടം ചെയ്താൽ ഓരോ 100 എടുക്കുക, ഓരോ 100ഉം 1000 വട്ടമോ എത്ര കണക്ക് സംഖ്യയായി? അങ്ങനെ സാഹിബി ദുനിയാവിന്റെ ഉടമയാക്കിയ ആളുണ്ടാവും. അയാൾക്ക് അത്രത്തോളം 100 വെച്ച് 1000 വട്ടം കൊടുത്താലും എന്നാ പിന്നെന്താണ്ടാവുക? അയാൾ കൊടുത്ത സംഖ്യം കൂട്ടുമ്പോ ദിർഹമുൽ ഫഖരി യുറജ്ജഹു, സാധുവായ മനുഷ്യൻ കൊടുത്ത ഒരു നാണയത്തുണ്ടാണ് മുൻതൂക്കമാവുക. അതിന്റെ പിറകിലെ സമ്പന്നന്റെ സ്വത്ത് വരികയുള്ളൂ. മാറ്റണ്ട് രണ്ടും. ഇദാ ജാദദാ മിൻ ദിർഹമൈനി ബിവാഹിദിൻ, 2 നാണയം ഉടമയാക്കിയ സാധുവായ മനുഷ്യൻ ഒരു നാണയം എടുത്തു, ഒരു നാണയം പാത്തിച്ചു. പാത്തിച്ചാൽ ഒരു കുടുംബത്തിക്ക് വേണ്ടി എടുത്തിച്ചു. നയിച്ചിട്ട് കിട്ടിയ പൈസ 2 നാണയാ.
ഈ രണ്ട് നാണയത്തുനിന്ന് ഒരു നാണയം കൊണ്ട് ധർമ്മം ചെയ്തു. ഒമിൻ അറളിമാലും ദാക്കാം, കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും സമ്പത്തുള്ള മനുഷ്യൻ സമ്പത്തുനിന്ന് അവൻ ചെലവഴിച്ചു. ഈ തിൽക്ക ആ വിഷയത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ അയാളാ സമ്പത്തുനിന്ന് യസ്മോ സദഖ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താലും മുൻതൂക്കന്മാര് തന്നെയാണ്, സാധുവിൻ്റെതാണ്. അതാണ് ആ ഹദീസ് പറഞ്ഞത്. ആ ഹദീസിന്റെ അർത്ഥത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടും ആശയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടുമാണ് ഈ 4 ഈരടി ഞാൻ പാടിയത്. ഇനി നോക്കൂ, യദുല്ലു അലാ ഫദ്ലി സ്വദഖത്തിൽ ഫഖീരി ഐദൻ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സാധുവായ ഒരു മനുഷ്യൻ ചെയ്ത ധർമ്മം, ആ ധർമ്മം വളരെ പവിത്രതയാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നു. വീണ്ടും എന്ത്? ഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞ വാക്ക്. എന്താ അല്ലാഹുവിന്റെ വാക്ക്? വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും. ഒരു വിഭാഗം ആളുകൾ അവർക്ക് കിട്ടിയതും എത്തിച്ചതോടെ അധ്വാനമല്ലാതെ മറ്റൊന്നുമില്ലാതെ, അപ്പോൾ അധ്വാനിച്ച് കിട്ടിയതായിരിക്കും ആ സമ്പത്തുനിന്ന് കൊടുത്താൽ അതിനാണ് പവിത്രത. അത് സാധുക്കളുടെ ധർമ്മത്തിലേക്ക് സൂചനയാണ് ആ ആയത്ത്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ മൊഴിയും സാധുക്കളുടെ ധർമ്മത്തിന് ശ്രേഷ്ഠതയുണ്ടെന്ന് അറിയിക്കുന്നു. അള്ളാഹു പറഞ്ഞാൽ നബി ഉണ്ടാവുമല്ലോ. അപ്പൊ നബിന്റെ വാക്കും തെളിവാണ്, എതിരല്ല. അഫ്ളലു സ്വദഖത്തി ജുഹുദുൽ മുഖില്ലി എന്നാണ്. സ്വദഖകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദാനധർമ്മം ഏതാ? അത് ജുഹുദുൽ മുഖില്ലി, പണം കുറഞ്ഞ സമ്പാദ്യമില്ലാത്ത സാധുവായ ആളുടെ അധ്വാനമാണ്. അയാൾ അധ്വാനിച്ചിട്ട് കിട്ടിയെന്ന് കിടുത്ത നാണയത്തുണ്ട്, അത് 1 റുപ്യ അതിനെ വില. വൽ അഖ്ബാറു ഫി ഫളാഇലിഹിം, ഇവരുടെ ശ്രേഷ്ഠതകൾ എണ്ണി പറയുന്ന ഹദീസുകൾ ഖാരിജത്തുൻ അൽ ഹസർ, അത് ഇത്രയെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം പുറത്ത് കിടക്കുകയാണ്. വൽ നഖ്തസ് മിൻഹ, അത്രത്തോളം ചരിത്രങ്ങൾ ഹദീസുകളിൽ നിന്ന് നമ്മൾ ചുരുക്കിയിരിക്കുന്നു. അല ഹാദൽ ഖദർ. ഇപ്പൊ ഇവിടെ പറഞ്ഞ കണക്കില്ലേ, കുറെ ഹദീസ് പറഞ്ഞല്ലോ. ആ ഹദീസിന്റെ വില നിർത്തി ധാരാളം ഹദീസ് ഇനിയുണ്ട്. ആവശ്യത്തിന് ഇവിടെ പറഞ്ഞു. ഈ വാക്യങ്ങൾ നമ്മൾ പരിചരിക്കാം. ഇനി നമുക്ക് പറയേണ്ടത് എന്താ? ഖുർആനും ഹദീസിലൂടെയും പാപങ്ങൾക്കുള്ള ശ്രേഷ്ഠത മനസ്സിലായെങ്കിൽ പണ്ഡിതന്മാരെ മൊഴികളുണ്ട്. അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. നോക്കുക, വഅമ്മൽ ആസാറു അനി സലഫി സ്വാലിഹീന വൽ അഇമ്മത്തിൽ ആമിലീന റളിയല്ലാഹു അൻഹും അജ്മഈൻ. സലഫു സ്വാലിഹീങ്ങളായ ആൾക്കാരെ അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുത്ത് ഇൽമനുസരിച്ച് ഇബാദത്ത് എടുക്കുന്ന അയിമത്തുകൾ, ഇവര് പറഞ്ഞ മൊഴികളൊന്ന് പരിശോധിക്കാം. ഫഖാരിജത്തുൻ അൽ ഹസരി ഐദൻ, ഹദീസിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മഹാരഥന്മാരെ തൊട്ടുദ്ധരിക്കേണ്ട ഒരുപാട് ആസാറുകളും ഉണ്ടെങ്കിലും അത് മുഴുവൻ കൊണ്ടുവരുന്നില്ല. അതും എത്രയെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രത്തോളം അതുണ്ട്. അത് കുറുമിന്ന അതിൽ നിന്ന് ഇവിടെ ഞാനിപ്പോ എന്താ പിടിച്ചോളി, ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. നുബത്തൻ യസീറത്തൻ, കുറഞ്ഞതായ സാമ്പിൾ മാത്രമേ ഇവിടെയും കൊണ്ടുവരുന്നുള്ളൂ. മഹദൂബത്തൽ അസാനീദി, പരമ്പരയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ ഞാൻ കളയും. നേരെ വാക്ക് പറഞ്ഞ് ഇമാമിനെ പറഞ്ഞ് ഞാൻ നിർത്തും, ബാക്കിയൊക്കെ ഞാൻ കളയും. എന്തേ അങ്ങനെ കളയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ത്വലബുൽ ഇഖ്തിസാരി, നമുക്ക് പദങ്ങൾ ചുരുങ്ങി കിട്ടണം. സനത് പറയുമ്പോൾ നീണ്ടുപോകും, ആശയം കിട്ടിയാൽ മതി. അപ്പൊ സനത് പറയണ്ട, അപ്പൊ ചുരുക്കം കിട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഖൗഫുമിന മിനലി ബിൽ ഇഖ്തിസാരി, അതും മുഴുവനും ഈ കിതാബിൽ കൊണ്ടെന്ന് നിറച്ചാൽ അത് അധികരിപ്പിക്കുന്ന വിഷയത്തിൽ മടി വരും. ആ മടി വരുന്നതിന് ഭയം എനിക്കുണ്ട്. അപ്പൊ കുറച്ച് മതിയല്ലോ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോ തന്നെ പറയാം കുറച്ച് മതി തോന വേണ്ടെന്ന് പറയുന്നല്ലേ. മടിയുള്ളത് കൊണ്ടും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പോണത് തന്നെ. ഉള്ളവർക്കത് പഠിക്കാതെ വേറെ വിഷയം. അപ്പൊ ഈ മഹാൻ ഇതുപോലെ നമ്മളെ കഥ മഹാൻ കുറേ സംഗതി പറയാതെ ചുരുക്കി പറഞ്ഞ് ഈ മടിയൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ചിവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് മഹാൻ പറയുന്നു ലഹാക്കിമാവിനെ തൊട്ടുദ്ധരിക്കുന്നു. മുപ്പര് പറഞ്ഞ വാക്ക് കാല, മഹാൻ പറയുന്നു, മൻ മർറ ഫി സൂഖി, അങ്ങാടിയിൽ കൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ വറാശയൻ നെത്തകീലി, അവന് ആശയുള്ളതൊക്കെ അങ്ങാടി കാണുന്നുണ്ട്. ചിലപ്പോൾ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ മറ്റു ബേക്കറി ഇഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ എന്താണ് മറ്റു മാംസങ്ങളോ എന്താണോ ഇഷ്ടമുള്ളതെങ്കിൽ അതെല്ലാം അങ്ങാടി പോകുമ്പോ അങ്ങനെ കാണുകയാണ്. പക്ഷേ വലാ യഖ്ദിറു അലൈഹി, അതെടുത്തു വാങ്ങാൻ കഴിവൊന്നുമില്ല, സാധുവാണ്. പണം കയ്യിൽ വേണ്ട, അതൊന്നുമില്ല. കണ്ട് ആസ്വദിക്കാന്നല്ലാതെ പൂതി വെച്ച് നടക്കാന്നല്ലാതെ 10 വരാത്ത് പറഞ്ഞാല് അതിന് പൂതിയുണ്ട്, വാങ്ങാൻ കഴിവില്ല.
ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഒരാൾ അങ്ങാടി കൂടെ നടന്നുപോയി. സ്വബറ, അയാൾ അങ്ങനെ ക്ഷമിച്ചും ചെയ്തു. എനിക്കൊന്നും കിട്ടാറില്ല, മാർഗമല്ലല്ലോ, അത് സാരലാണ്, ക്ഷമിച്ചു. അള്ള എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ, അത് കൂലി മോഹിക്കും ചെയ്താണ്. അപ്പൊ കൂലി വിചാരിച്ച് ക്ഷമിച്ചു നിന്നാൽ ഈ ഒരു മനുഷ്യൻ അങ്ങാടി പോയിട്ട് വാങ്ങാൻ കഴിയാത്ത മനുഷ്യൻ ദുഃഖിതനല്ല. കാന ഹൈറല്ലഹു, ഈ ഒരു മനുഷ്യന് ഗുണമുണ്ട്. മിൻ അൽഫി ദീനാരിൻ യുംഫിഖുക കുല്ലക ഫീ സബീലില്ലാഹി തആല, അല്ലാഹു തആല മാർഗത്തിലായി അയാൾ ഉണ്ടാക്കിയതായിരിക്കുന്ന ആയിരക്കണക്കിന് നാണയമുണ്ട്. ഈ ആയിരക്കണക്കിന് നാണയത്തെ മുഴുവത്തെയും ആൾ കൊണ്ട് ചെലവഴിച്ചാലും അതിനേക്കാൾ എത്രയോ പവിത്രതയാണ് സാധുവായ ഈ മനുഷ്യൻ അങ്ങാടിയിൽ കൂടെ നടന്നു പോയിട്ട് ആശയുണ്ടായിട്ട് വാങ്ങാൻ കഴിയാതെ പോയതിന്റെ പേരിൽ ക്ഷമിച്ച് ദുഃഖിക്കാതെ കൂലി മോഹിച്ചു പോയാൽ അതാണ് ഏറ്റവും പുണ്യം എന്നാണ് ഈ മഹാൻ നമ്മെ പഠിപ്പിക്കുന്നത്. വഅൻ അബീ സുലൈമാനി ദാരാനി റളിയല്ലാഹു അൻഹു, അടുത്ത വഴി സുലൈമാനി ദാരാനി എന്ന് പറയുന്ന മഹാനെ തൊട്ടാണ്. ആ മഹാൻ പറയുന്നു, തനഫസു ഫഖീരിൻ, ഒരു സാധുവായ മനുഷ്യന്റെ ശ്വസിക്കുന്ന വായു, ദൂന ഷഹ്വത്തിൽ, വികാരമില്ലാതെ, ലാ യഖ്ദിറു അലൈഹ, ആ വികാരത്തിന്റെ മേൽ അയാൾക്ക് കഴിവില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാൾക്ക് വികാരങ്ങളും ആശകളും ഉണ്ട്, പക്ഷേ അത് നിറവേറ്റാൻ അയാളോട് കഴിയണില്ല. കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാൻ കഴിയണില്ല എന്നർത്ഥം. അയാൾ വികാരമുള്ള മനുഷ്യനുമാണ്. പക്ഷേ അതൊന്നുമില്ലാതെ കഴിയാത്തത് കൊണ്ട് അയാൾ വിടുന്ന ഓരോ ശ്വാസവും അഫ്ളു മിൻ ഇബാദത്തി ഗനിയിൻ അൽഫആൻ, ആയിരക്കണക്കിന് സമ്പന്നനുള്ളതായിരിക്കുന്ന ആൾ ചെയ്യുന്ന ഇബാദത്തിനെ 1000 വർഷം, ആ ഇബാദത്തിനേക്കാൾ പുണ്യമാണ് ഇദ്ദേഹം വിടുന്ന ഒരു ശ്വാസം. അപ്പൊ വക്കീലിന്റെ സ്ഥാനത്തിരുന്ന് മനസ്സിലായല്ലോ, അതാണ് ഈ പറയുന്നതൊക്കെ. ഇനി അടുത്ത മൊഴി ഇമാമിൽ വറഈന, ഇമാമിൽ വറഈന എന്ന് പറയുന്ന ആളും അലവി സാഹിദീൻ. അപ്പൊ ഇമാമിൽ വറഈൻ അലവി സാഹിദീൻ സയ്യിദുൽ ആരിഫീൻ എന്ന് പറയുന്ന മഹാനാണ്. ആരാണ് ആള്? അബി നസ്ർ ബിസ്റുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ തൊട്ട. ആരാ മൂപ്പര്? വറഈന്റെ ആലികാർക്ക്, സൂക്ഷ്മശാലുകൾക്കുള്ള തുടരാൻ പറ്റുന്ന ഇമാമ്, സാഹിദീങ്ങൾക്കുള്ള ഒരു അടയാളം, ആരിഫീങ്ങൾക്കുള്ള സിർ, അതാണ് ഈ മഹാന്റെ സ്ഥാനം. ഖാല, മഹാൻ പറയുന്നു, അൽ ഇബാദത്തു മിനൽ ഫഖീരി, സാധുവായ മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന ആരാധന കർമ്മങ്ങൾ അത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, കഅഖ്ദി ജൗഹരിൻ, ഒരു വിലപിടിപ്പുള്ളതായിരിക്കുന്ന രത്നത്തെ കൊണ്ട് കെട്ടും പോലെയാണ്. അലാ ജീതി ഹസിന, സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിന്റെ മുകളിൽ ആ രത്നമാല കൊണ്ടേ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അതിലേറെ തിളക്കമാണ് എന്തിന്? സാധുവായ മനുഷ്യന്റെ ഇബാദത്തിന്. വൽ ഇബാദത്തു മിനൽ ഗനിയ്യി, മുതലാളിമാരിൽ നിന്നും സമ്പന്നന്മാരിൽ ഉണ്ടാവുന്ന നിസ്കാര വിഭാഗത്തുകളൊക്കെ ഷജറത്തിൻ ഖദ്റ അലാ മസ്ബല, തപ്പുചവറ് കൊണ്ടിട്ടതായിരിക്കുന്ന സ്ഥലത്ത് മുളച്ചതായ പച്ച പിടിച്ചു നിൽക്കുന്ന മരം എങ്ങനെയാണോ അതുപോലെയാണ്. പക്ഷെ ആ മരത്തിന്റെ അടിഭാഗം നോക്കുമ്പോ എന്താണ്? കുറെ ചപ്പുചവറ് അവിടെ മുളച്ചതാണ്. അങ്ങനെയുള്ള മരത്തിനോട് സമാനമാണ്. അപ്പോ അഗ്ന, അത് മസ്ബലത്തിന് സമമാക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് മുളച്ചു വളർന്നത് തടിയാണ് ഇബാദത്ത്. എന്നാൽ ഫക്കീറിന്റെ ഇബാദത്ത് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല. അഴകുള്ളൊരു പെണ്ണ്, ഓളെ കഴുത്തിൽ ഈ രത്നമാല കൊണ്ടേ കെട്ടി എത്ര അഴക് തോന്നും, അതിനേക്കാൾ മുന്തി നിൽക്കുകയാണ് ഈ മനുഷ്യന്റെ ഇബാദത്ത് എന്നാണ് ഈ പറഞ്ഞ ഇമാമിനെ തൊട്ടുദ്ധരിച്ചത്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, യുസ്താബുൽ ഫുഖറാഉ മിനസ്സൂഫിൽ ഹസൻ, ഉരമുള്ളതായിരിക്കുന്ന രോമകുപ്പായത്തിനാൽ സാധുവായ മനുഷ്യന് പ്രതിഫലം നൽകപ്പെടും. വൽ മുറക്കായാത്തി, കഷ്ണം വെച്ചതായിരിക്കുന്ന കോട്ട് ധരിച്ചു. സവാദ്, കറുപ്പുള്ളതൊക്കെ. ഇതിനാൽ എന്ത് ചെയ്യുന്നറിയാമോ? സാധുക്കളായ ആളുകൾക്ക് കൂലിയുണ്ട് എന്നാണ്. അപ്പൊ ഇതാ ലബിസഖാദ്, പ്രപഞ്ചത്യാഗികളായി ജീവിച്ച മഹാരഥന്മാർ ഈ പറയുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ, കാനത്ത് അലൈഹിം ബഹ്ജ, ആ ദായിദികളുടെ മേലിൽ ആ വസ്ത്രം നല്ല തിളക്കവും നല്ല പ്രഭയും തെളിച്ചവുമാണ് ഉണ്ടാക്കുക. വൈദാ ലബിസ വൈറുഹും, സുഖാദികളല്ലാത്ത മറ്റു പലരും ആ വസ്ത്രങ്ങൾ ധരിച്ചാൽ, കാനത്ത് അലൈഹിം സമജ്ജത്ത്,
സംജത്ത് എന്ന് പറഞ്ഞാൽ വിരൂപരൂപം. അപ്പോ വിരൂപരൂപമായിരിക്കും ഈ സായിദീങ്ങൾ അല്ലാത്ത ആളുകൾ അത് ധരിച്ചാൽ അവരുടെയൊക്കെ വസ്ത്രത്തിനോട് സമമാക്കിയിട്ടാ പറഞ്ഞു. ഇങ്ങനെയുള്ള വരമുള്ള വസ്ത്രം കഷ്ണം വെച്ച് കോട്ടും കറുപ്പ വസ്ത്രമൊക്കെ ധരിച്ചാൽ ഫക്കീറിനെ സംബന്ധിച്ച് ഭയങ്കര കൂലിയാണ്, അത് തെളിച്ചമാണ്, മറ്റുള്ളവർക്കൊന്നും അത് കിട്ടൂല എന്നർത്ഥം. ഇബ്നു വഹബിനെ തൊട്ട് റിപ്പോർട്ട് മഹാൻ പറയുന്നു, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഒരു ഗോത്രത്തിൽ എന്താ പെട്ടത്, ആ ഗോത്രത്തിൽ എന്താ ഒരു തീ സംഭവിച്ചു. ഫഖാല ശബാബുൽ ഹയ്യ്, അപ്പൊ ആ ഗോത്രത്തിലുള്ള യുവാക്കൾ പറഞ്ഞു, മൻസില അബി യഹ്യ മാലിക് ബിൻ ദീനാർ, മൻസില അബി യഹ്യ മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ദീനാറിന്റെ വീടതാ കത്തുന്നു, മാലിക് ബിൻ ദീനാറിന്റെ വീടതാ കത്തുന്നു എന്ന് ശബ്ദിക്കുന്നവർ. അങ്ങനെ ഫഖറജ അലൈഹിം, ഇത് കേട്ടപ്പോൾ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഈ ശബ്ദിച്ച യുവാക്കളുടെ അടുത്തേക്ക് പുറപ്പെട്ടേക്ക് വന്നു. മാലിക് റളിയല്ലാഹു അൻഹു വന്നു. മുത്തസിറും ബി ഭാരിയ, മൂപ്പരെടുത്തതായിരിക്കും തുണി കൊണ്ട് ആരോടുപ്പെടുത്തതാ നിലയിലാ വന്നത്. ഒവിയജിഹി, എത്തരത്തിൽ മൂപ്പര് കയ്യിലുണ്ട്. മിത്തിഹാറത്തും ശുദ്ധി വരുത്തുവാനുള്ള ആയുധം കയ്യിലുണ്ട്. വിസ്വാക്കായിരിക്കാം, വെള്ളം ഉണ്ടാവും. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മഹാൻ ഈ ശബ്ദം കേട്ട് ഓടി വന്നത്. ഓഹയക്കോൽ, എന്നിട്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് എന്റെ വീട് കത്തിയെന്ന് ചോദിക്കുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടില്ല, എന്താണ് കാരണമെന്നും അന്വേഷിക്കുന്നില്ല. ഇവരോട് ചോദിക്കുന്നു, പറയുന്നത് എന്താ, നജൽ മുഖിഫൂൻ, നജൽ മുഖിഫൂൻ, ദുർബലരായ ആളുകൾ, കാര്യങ്ങളെല്ലാം ഒന്നുമില്ലാതെ ലഘുവായി കനമില്ലാതെ നടക്കുന്ന രക്ഷ കിട്ടിയും അവർക്ക് രക്ഷ കിട്ടിയും. അല്ലെങ്കിൽ മഹാൻ പറഞ്ഞത് ഔഖാല ഫാദിൽ മുഖിഫൂൻ നഹ്നു വഅൻതും എന്നായിരിക്കാം. മുഖിഫീങ്ങൾ എന്താ വിജയിച്ചു. മുഖിഫീ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒളിച്ചു വെച്ച് കനം മറഞ്ഞ് തടിയൊന്നും ഇല്ലാതെ ഇവിടെ സാധുവായി ജീവിക്കുന്ന അർത്ഥം. അയാൾ രക്ഷപ്പെട്ടു, നമ്മളും നിങ്ങൾക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ മഹാൻ പറഞ്ഞ വാക്ക് ഔഖാല മിന്നാ വമിൻകും യൗമൽ ഖിയാമത്തി, നിങ്ങളെ കൂട്ടത്തിൽ നിന്നും നമ്മളെ കൂട്ടത്തിൽ നിന്നും അന്ത്യനാളിൽ മുഹിഫൂനായ ആളുകളാ രക്ഷപ്പെടുക. അപ്പൊ ഹിഫത്ത് കനം കുറഞ്ഞ ആളുകള്, ഒരു തടിഭാരൊന്നുമില്ല, എന്തുകൊണ്ടില്ലാതെ സ്വത്തില്ലല്ലോ അവർക്ക്, അപ്പൊ തടിഭാരം വേറൊന്നുണ്ടാവില്ല, അങ്ങനത്തെ ആൾ രക്ഷപ്പെട്ടു എന്നാണ്. ഐലൻ വീണ്ടും മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ മാശറൽ അഗ്നിയാൽ, സമ്പന്നന്മാരെ, മൂത്തു നിങ്ങളൊക്കെ അങ്ങ് മരിച്ചോളി, കമിത നല്ല മുഷിപ്പുള്ളവരായി മരിക്കാം. കാരണം എന്താ, ഇവിടെ ജീവിതം ആഖിറത്തിലെ ജീവിതമാണ്, അതുകൊണ്ട് ഇവിടെ ദുഃഖിച്ച് മരിച്ചോളിയും. ഔ കാല, അല്ലെങ്കിൽ മഹാൻ പറഞ്ഞത് സിദ്ദാറിൽ ആഖിറത്തി, ആഖിറത്തിലുള്ള ജീവിതമാണ് എന്നാണ്. വഖാല ഐലൻ, വീണ്ടും മഹാൻ പറയുന്നു, ദിർഹമുൽ ഫഖീരി അസ്കാ ഇൻദല്ലാഹി മിൻ ദീനാനിൽ ഗനിയ്യിം, സമ്പത്തുള്ള ഒരാള് ധർമ്മം ചെയ്തു സ്വർണ്ണ നാണയം, ആ നാണയത്തിന് എത്ര ഫലമാണോ അള്ളാഹുവിനെടുക്കലെങ്കിൽ അതിനേക്കാൾ ശുദ്ധമായിട്ട് വളർന്നു നിൽക്കുന്നത് സാധുവായ മനുഷ്യന്റെ വെള്ളി നാണയമാണ്. നോക്കൂ സാധുവിന്റെ മഹത്തരം. വലിയ നീണ്ടൊരു കഥ അതിൽ കിട്ടി. ലാസ്റ്റ് നമുക്ക് മഹാൻ പറഞ്ഞ വാക്ക് നമ്മുടെ അധ്യായവും വിഷയവുമായി ബന്ധിച്ചതാണ്. സാധുവിന്റെ ഒരു നാണയം, അതാണ് ഏറ്റവും സംശുദ്ധമായത്. സമ്പത്തുള്ളതായിരിക്കുന്ന ആളുടെ ഒരു സ്വർണ്ണ നാണയം കൊടുത്തതിനേക്കാൾ എന്നാണ്. ഇനി അടുത്തതെന്താ വഴി, അബൂദർദാ തൊട്ട് നിവേദനം, അന്നഹു ഖാൽ, അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അഹ്ലുൽ അംവാലി യഅകുലൂന വനഅകുലു വയശ്റബൂന വനശ്റബു വയൽബസൂന വനൽബസൂന, നമ്മളും തിന്നുന്നു, സമ്പന്നന്മാരും ഭക്ഷിക്കുന്നു, നമ്മൾ പാനം ചെയ്യുന്നു, അവർ കുടിക്കുന്നു, നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അവരും ധരിക്കുന്നു, എന്താ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വനഹും അവർക്കുണ്ട്, പൊതുവും വാലിൻ, സമ്പത്തൊക്കെ ചെലവഴിച്ചാലും ബാക്കിയുണ്ട്, യൻദുറൂനയിലൈഹ, ആ സമ്പത്തിന്റെ ബാക്കിയുള്ളതിലേക്ക് അവർ നോക്കും, വനൻദുറു ഇലൈഹ മഅഹും, അവരെ കൂടെയുള്ള സമ്പത്തിലേക്ക് നമ്മൾ അങ്ങ് നോക്കും.
എത്തരത്തിൽ അവർ യുഹാസബൂന അലൈഹ അതിന്റെ മേൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വനഹൈന അത്തരം ഒരു വിചാരണയും സമ്പത്തിന് തൊട്ടൊക്കെ നമ്മൾ എന്താണ് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. നമുക്ക് വിചാരണ ഇല്ലല്ലോ, സമ്പത്തില്ല. സമ്പത്തുള്ളവർക്ക് വിചാരണയുണ്ട്. ഇതാണ് മഹാൻ പറയുന്നത്. വക്കാലായതൻ വീണ്ടും അതാ മഹാൻ പറയുന്നു, സമ്പത്തുള്ളതായിരിക്കും ഞങ്ങൾ സഹോദരന്മാർ, അവർ ഞങ്ങൾ എന്താക്കുന്നില്ല, തെളിച്ചമായി കാണുന്നില്ല. എന്തുകൊണ്ട്? യുഹിബ്ബൂനനാ ഫില്ലാഹി തആല, അള്ളാന്റെ മാർഗത്തിലായി അവർ ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. വയുഫാരിഖൂനനാ ഫിദ്ദുനിയാ, ദുനിയാവിന്റെ കാര്യത്തിൽ അവർ ഞങ്ങളോട് വിട്ടുപിരിയുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചങ്ങാത്തം ഞങ്ങൾ എന്താവുന്നില്ല, സമ്പത്തുള്ളതായിരിക്കുന്ന ആൾക്കാരുമായി ഞങ്ങൾ വലിയൊരു തെളിച്ചത്തിൽ കൂടാറില്ല എന്നർത്ഥം. ഒരു ദിവസം അതാ വരുന്നുണ്ട്, യുസിറുഹും, ആ ദിവസം അവർ സന്തോഷിപ്പിക്കും. എന്തിന്? അയ്യക്കൂനു, അവരാവല്ലേ, ബിമൻസിലത്തിനാ, ഞങ്ങൾ ഇപ്പോൾ കിട്ടിയതായിരിക്കുന്ന ഈ പദവിയിലാകാൻ അവരും അതാ സന്തോഷം നൽകുന്നൊരു ദിനം വരുന്നുണ്ട്. വലാ യുസിറുന അന്നക്കൂന ബിമൻസിലത്തിഹിം, ഒരിക്കലും ഞങ്ങൾ അവരുടെ അതേ സ്ഥാനത്തേക്ക് ഞങ്ങളാകാൻ സന്തോഷിക്കുന്നില്ല, ഞങ്ങളുടെ സ്ഥാനത്തേക്ക് അവർ എത്താൻ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ദിനം വരുന്നുണ്ട് എന്ന് മഹാൻ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഫീഹാദൽ മഅന, ഇതേ ആശയത്തിൽ ഒരു 2 ഈരടിപ്പാട്ടുണ്ട്. വലാഖത്തു തുഗ്ബിതു അഹ്ല ദുനിയാ വഇന്നഹും, വലാഖത്തു തുഗ്ബിതു അഹ്ല ദുനിയാ വഇന്നഹും വമൻ യഗ്ബിതൂനക യഹ്സുനൂന വതഫറഹൂ. വലാഖത്തു തുഗ്ബിതു അഹ്ല ദുനിയാ വഇന്നഹും വമൻ യഗ്ബിതൂനക യഹ്സുനൂന വതഫറഹൂ. فما ذاك إلا فتنة أي فتنة بها نطقت طغى للحق تفسه. ولا قط, ഒരിക്കലും തഗ്ബിതു, നീ ആഗ്രഹിക്കണ്ട, കൊതിക്കണ്ട, അഖില ദുന്യ, ദുന്യാവിന്റെ ആൾക്കാരെ കൊണ്ട് കൊതിക്കണ്ട. എന്താണ് ദുന്യാവിന്റെ അഖിലുകാരെ ആകാൻ നീ കൊതിക്കണ്ട. ഓരെല്ലാം സുഖിച്ച് ജീവിക്കുന്നു, വേണ്ടത് വാങ്ങുന്നു, പണമുണ്ട്, അതുകൊണ്ട് അതൊന്നും വഹിക്കണ്ട. കാരണം എന്താ? വൈന്നകുമോദൻ, നാളെ മഹ്ശറാ ലോകത്ത് ഇവർ യഅ്ബിതൂനക, നിന്നെ പോലെയാകാൻ അവർ കൊതിക്കും. യഹ്സുനൂന, അവർ തന്നെ മുഷിപ്പിലായ നിലയിൽ, ദുനിയാവ് കഴിഞ്ഞില്ലല്ലോ, ഇപ്പൊ ആയാലും പറ്റൂലല്ലോ എന്ന മുഷിപ്പുണ്ടാവും. ഓ തഫറഹു, എത്രത്തിൽ നാളെ നിനക്ക് സന്തോഷമാണ്. ഇന്ന് നിനക്ക് ദുനിയാവിൽ ദുഃഖമുണ്ടെങ്കിൽ, മറ്റുള്ളവർ സന്തോഷമുണ്ടെങ്കിൽ അവർ ആഖിറത്തിൽ ദുഃഖിക്കും, നീ സന്തോഷിക്കും. അതുകൊണ്ട് അവരെ പോലെയാകാൻ കൊതിക്കണ്ട. ഫമാദാക ഇല്ലാ ഫിത്നതൻ അയ്യ ഫിത്നതി ബിഹാ നതഖത് തോഹാ അനിൽ ഹഖി തഫ്സഹൂ. ഫമാദാക, അങ്ങനെയുള്ള സംഗതി അല്ല, ഇല്ലാ ഫിത്നത്തിന്, അതൊരു പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല. അയ്യ ഫിത്നത്തിന്, എന്തൊരു പരീക്ഷണം അതന്നെ. ബിഹാ, എങ്ങനത്തെ പരീക്ഷണം? ആ പരീക്ഷണം കൊണ്ട് നതഖത്ത്, മൊഴിഞ്ഞിരിക്കുന്നു. തോഹ സൂറത്ത് ആരെ തൊട്ട്? ഹഖി, അല്ലാഹനെ തൊട്ട് തോഹ സൂറത്ത് മൊഴിഞ്ഞിട്ടുണ്ട്. തഫ്സഹു, നീ എന്താണെന്നറിയാമോ? പ്രകാശിക്കും, അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രകാശിക്കുന്ന വിധത്തിലുള്ള, നീയല്ല ആയത്ത്, അങ്ങനെയുള്ളതായ ഒരു വാക്യം ഖുർആൻ മൊഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഖൗലുഹു തആല ഫീ സൂറത്തി തോഹ, തോഹ സൂറത്തിലുള്ള അല്ലാഹു തആലയുടെ വചനമാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? വലാ തമുദ്ദന്ന ഇലൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. വലാ തമുദ്ദന്ന ഇലൈക, നബിയെ അങ്ങയുടെ 2 നയനങ്ങളെ നിങ്ങൾ നീട്ടണ്ട, ഇലാമാ, ഒന്നിലേക്ക്, മത്തഅനാബിഹി, ആ ഒന്നുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹം നമ്മൾ സുഖിപ്പിച്ചിട്ടുണ്ട്, അസ്വാദം മിൻഹും, അവരുടെ കൂട്ടത്തിലുള്ളതായിരിക്കുന്ന ഇണകൾക്ക്. എന്ത്? സഹറത്തുൽ ഹയാത്തിദ് ദുനിയാ, ദുന്യവിയായിരിക്കുന്ന ജീവിതത്തിന്റെ സുഖം, അത് നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തിനേന്? നഫ്തിനഹും ഫീഹി,
ആ ദുനിയാവിൽ വെച്ച് നമ്മൾ അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. എന്നാൽ വറിസ്ഖു റബ്ബിക, അങ്ങയുടെ നാഥന്റെ തരലുണ്ടല്ലോ നൽകല്, ഖൈറുൻ വഅബ്ഖ, അതെന്നെന്നുമുള്ളതാണ്, ഉത്തമമായതാണ്. ഇന്നല്ലെങ്കിൽ ഈ പ്രപഞ്ചം നീങ്ങിപ്പോകും, ഇവിടത്തെ സുഖങ്ങൾ മുഴുവനും നശിച്ചു പോകും. നശിച്ചു പോകാത്ത, നീങ്ങിപ്പോകാത്ത, എന്നെന്നും അവിടെ ഉള്ളതായിരിക്കുന്ന ഗുണം റബ്ബ് നൽകുന്നതാണ്. അവിടേക്കാണ് നമ്മുടെ നോട്ടം. ഇവിടെ ഒരുപാട് ആൾക്കാർ സുഖിക്കുന്നുണ്ടാവും, അവിടേക്കൊന്നും നോക്കേണ്ടതില്ല. അബ്ദുർദാ തങ്ങളെ തൊട്ട് വീണ്ടും ഇതാ റിപ്പോർട്ട്, അന്നഹു നിശ്ചയമായിട്ടും അബ്ദുർദാ റളിയല്ലാഹു അൻഹു കാനയോമുൻ ജാരിസൻ, ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കൂട്ടുകാരെ കൂടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഫാത്തത്തുഹു റാത്തുഹു, തന്റെ മണവാട്ടിയത അബ്ദുർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് കാലത്ത് മഹദി ചോദിക്കുകയാണ്, അതജ്ലിസു ബൈന ഹുലാഇ, ഈ കൂട്ടക്കാരുടെ സ്വറയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? വവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, മാഫിൽ ബൈതി ഹിഫ്വത്തുൻ വലാ സുഫ്വത്തുൻ മിൻ ദഖീഖിൻ, ഒരു പിടി ഭരണം, ഒരു പിടി പൊടിയോ അല്ലെങ്കിൽ മറ്റൊരു ധാന്യം ഒന്നും വീട്ടിലില്ല, വീട് കാലിയാണ്, നിങ്ങളോട് ഇരിക്കുകയാണ്, ഒന്നും വേണ്ടേ. ഇത് പറഞ്ഞപ്പോൾ വഖാല യാ ഹാദിഹി, എടി പെണ്ണേ എന്ന് വിളിച്ചുകൊണ്ട് മഹാൻ പറയുന്നു, എന്ത്? ഇന്ന ബൈന ഐദീന, നിശ്ചയമായിട്ടും നമുക്ക് മുന്നിലുണ്ട്, അഖബത്തുൻ കസൂദ, വലിയ പ്രയാസമുള്ളതായിരിക്കുന്ന കിടങ്ങുണ്ട്, ഒരു തടവുണ്ട്, വലിയതായിരിക്കുന്ന ഒരു കടങ്ങനെ കൂട്ടാം, കടമ്പ്. ലായൻസു മിൻഹ, ആ കടമ്പുകളെ തൊട്ടും അതിലുള്ള പോലെയുള്ള സംഗതിയെ തൊട്ടും രക്ഷപ്പെടുകയില്ല. ഇല്ലാ കുല്ലു മുഖിഫിൻ, വളരെ കനം കുറഞ്ഞ ഭാരം കുറഞ്ഞ ആൾക്കാർ, അപ്പൊ തിന്നു കടിച്ചു കൊഴുക്കാത്ത ആളുകള്, അങ്ങനെ മിനുങ്ങാത്ത ആളുകള്, അവർ ദരിദ്രത്തിൽ തുടർന്ന് കഴിഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ദരിദ്രനായി കഴിഞ്ഞുകൂടുന്നവരാരുണ്ടോ അവരാണ് ആ കടമ്പകൾ കടന്നു പോവുക. ഫറജഅത്ത്, ഇത് കേട്ടപ്പോൾ അനുസരണയുള്ള ഭാര്യ ഭർത്താവിന്റെ വാക്ക് കേട്ടതോടുകൂടി സന്തോഷമായി, വഹിയ റാദിയത്തുൻ, ആ മഹദി ഇഷ്ടപ്പെട്ടുകൊണ്ട് മടങ്ങിപ്പോയി. ഇതാണ് സാധുക്കളായ ആളുടെ ജീവിതം, അവരുടെ ഭാര്യമാരുടെ ജീവിതം, മക്കളുടെ ജീവിതം അങ്ങനെയാണ്. അത്രയും ഉന്നതിയാണ് സാധുക്കൾക്കെന്ന് മനസ്സിലായത്. തീർന്നില്ല, ഇനിയും ഇൻഷാ അല്ലാഹ് എടുക്കാറുണ്ട്, തുടരും.